ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ പാരഡൈസ് പാർക്കിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കയറുന്നത് നല്ല അടിപൊളി ഗംഭീരമായ ഫ്ലവേഴ്സിൻ്റെ മാത്രം ഒരുക്കിയിരിക്കും നമ്മുടെ കൊല്ലം ജില്ലയിലെ ഫെസ്റ്റിലേക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ. ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പൂക്കൾ വെച്ചിട്ടുള്ള പല പല ഐറ്റംസുകൾ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതുകൊണ്ട് ഒരു രക്ഷയില്ല, വീഡിയോ എടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയതേ ഇല്ല. വീഡിയോ എടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ട് ഞാൻ പോയതേ അല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ എടുക്കാതിരിക്കും, എന്ത് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ നിങ്ങളും കൂടി, അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പൂക്കൾ വെച്ചുണ്ടാക്കിയിരിക്കുന്ന പല പല ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെയും പേര് എനിക്ക് കൃത്യമായിട്ട് എടുത്ത് പറയാനൊന്നും പറ്റുന്നില്ല, എന്നാലും ഞാൻ പറ്റുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതൊരു ഫ്ലൈറ്റാണ് ഇപ്പോൾ കാണിക്കുന്നുണ്ടോ, എന്ത് രസമുണ്ട് കാണാൻ. കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഗംഭീരമായി തോന്നിയതാണ് കേട്ടോ ഈ ലവിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ആർച്ച്. ഇപ്പം പിന്നെ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാനും എടുത്തു കേട്ടോ, നല്ല സൂപ്പർ ഒരു വീഡിയോ. പിന്നെ ഇതാണ്ടേ നമുക്കിവിടെ ഒട്ടകമാണ് നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ കുറേൻ്റെയൊക്കെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു സ്റ്റേജ് ഷോയിലേക്കാണ് കേട്ടോ. സ്റ്റേജ് ഷോ വിശദമായി ഞാൻ പറഞ്ഞു തരാമേ, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിക്കേ എന്താണ് അതിനകത്തുള്ളതെന്ന്. ഒരു അദ്ദേഹത്തിനെ വെച്ചിട്ടൊരു ചെറിയ മാജിക് കാണിക്കാൻ വിചാരിക്കാണ്. സജീർ പ്ലീസ് സർ. ഇഷ്ടപ്പെട്ട നോട്ടൊക്കെ കാണും എന്നെനിക്കറിയാം. സാറിന് ഞാനൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുകയാണ്. സാർ ഒരു കാര്യം ചെയ്യണം. സാറിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട്, അതിപ്പോ 500 ആയിരിക്കും അല്ലേ? 1000 പോയില്ലേ? കഷ്ടകാലമാണ് എൻ്റെ. 1000 ആയിരുന്നെങ്കിൽ എനിക്കതായിരുന്നു പ്രയോജനം. പോട്ടെ, അത് പറഞ്ഞതിന് പിന്നെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. സാറേ, സാറിൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കറൻസി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഡോളറോ ഇന്ത്യൻ റുപ്പീസോ ദിർഹമോ, കറൻസി കയ്യിലില്ല. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഇത് ഡബിളാക്കി തരാനാണ്. ഇത് ഡബിളാക്കി തരുമ്പോൾ സാറ് സന്തോഷം വരുമോ? തീർച്ചയായിട്ടും. ആ കത്രിക കഴിഞ്ഞെടുത്ത് ഇതൊന്ന് ഡബിളാക്കി കൊടുക്കട്ടെ. ആ സാറിന് തന്നെ കൊടുക്കും. സാറ് തന്നെ വെട്ടിയിട്ട് ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ അത് പണിഷ്മെന്റാ. വേണ്ട സാർ, അത് ഒഫൻസാണ്. നമ്മൾ 1 രൂപയാണെങ്കിൽ പോലും അതിനെ റെസ്പെക്ട് ചെയ്യണം അല്ലേ? പിന്നെ ഒഫൻസബിൾ പണിഷ്മെന്റ്. ഓക്കെ, ഞാനിപ്പോൾ ഈ 100 റുപ്പീസ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഡബിളാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി. ഓക്കെ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിനെ മാനിച്ചുകൊണ്ട് ഞാൻ ഇത് ഡബിളാക്കി കൊടുക്കാം. പക്ഷേ സാർ വാങ്ങിയ പാർട്ടിക്ക് സിംഗിൾ കൊടുത്താൽ മതി, മറ്റേത് ഡബിൾ അല്ലേ? ഒന്ന് സാറെടുത്തോ. ഓക്കെ, നൗ റെഡി. ഞാനത് ഈ 100 റുപ്പീസ് എൻ്റെ കൈവശം വല്ലതും ഉണ്ട് സാർ? ഒന്നുമില്ലല്ലോ. ഇത് ഞാൻ എൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് ഞാൻ ഒരു ചെറിയ മാജിക് കാണിക്കും. മാജിക് കാണിക്കുമ്പോൾ ഇത് ഡബിളായി മാറും. അപ്പോൾ സാറിന് സന്തോഷം വരും. ഡബിളായോ? ഡബിളായോ പറയൂ. ഓക്കെ, എന്താണിത്? എന്തായി കേട്ടാ? എവിടെ തിരിഞ്ഞാലും ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഓരോരോ ഐറ്റംസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ എത്ര എടുത്തിട്ട് മതിയാകുന്നില്ല കേട്ടോ. അത്രയ്ക്കും ഗംഭീരമായിട്ട് അവരത് ചെയ്തിരിക്കുക. എത്ര പേരുടെ എഫേർട്ടാണെന്ന് എനിക്കിത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ആമിയുടെ ഡാൻസിൻ്റെ ഇടയ്ക്ക് അവിടെ യൂട്യൂബറായ സാലിഹനെയും കണ്ടോ. ഇനി അടുത്തതാണ് മക്കളെ പാമ്പ്. അങ്ങനെ ഫൈസി 2 പാമ്പിനെ തൊട്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് അതാ ഡൈനോസറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒറിജിനലാണെന്നേ നമുക്ക് കരുതുള്ളൂ. പക്ഷേ ഇത് ഒറിജിനലല്ല, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടുത്തെ ലൈറ്റ് സെറ്റിങ് ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി ലൈറ്റ് സെറ്റിങ്ങാണ്. പച്ചയും ബ്ലാക്ക് ആൻഡ് വൈറ്റൊക്കെ ഇങ്ങനെ മിന്നു മറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ സെക്ഷനിലോട്ട് പോകുന്നതോറും എന്താണ് നെക്സ്റ്റ് എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ 2 വർഷത്തിന് ശേഷമാണ് ഈ ഇതിലൊക്കെ വരുന്നത് കൊണ്ട് കാണുന്നത് കൊണ്ട് അത്രയും എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ടായിരുന്നു.
അവിടെ 2 ഈ മുതല ഉണ്ടായിരുന്നു കേട്ടോ. അതിന് അവിടുത്തെ ചെറിയ ക്ലിപ്പൊക്കെ എടുത്ത് നമ്മൾ വേണ്ടേ. ഇനി നമ്മൾ ഈ സ്റ്റോളിനകത്തോട്ട് പോവുകയാണെ പല പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂളറും അതുപോലെ തന്നെ സോഫ സെറ്റുകളും പിന്നെ നല്ല ഹൽവകളുണ്ടായിരുന്നു കേട്ടോ, കോഴിക്കോടനൊക്കെ ആയിട്ടുള്ള. പിന്നെ എല്ലാവരും മുറിച്ച് കുറച്ച് പേർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസുകൾ, പിന്നെ ചെറിയ പപ്പടം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ്സ്, പിന്നെ നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന പിടിമിഠായി, നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, അതുപോലെ അതിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഏരിയയിലാണല്ലോ. പിന്നെ ഇവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ കൈ കടത്തിക്കളയും. അതുപോലെയുള്ള എല്ലാ തരം ഐറ്റംസുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല അച്ചാറുകൾ പല ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം കടുകെണ്ണയിൽ ഉണ്ടാക്കിയ അച്ചാറുകളാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാണുമ്പോൾ തന്നെ അത് കൊതി വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെയും കൂടെ കാണിക്കണമല്ലോ. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടിക്കറ്റിന് ഒരാൾക്ക് 190 രൂപ വെച്ച് ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് കണ്ടു. ഇനി നമ്മൾ നേരെ പ്ലേയിങ് ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ ഇതൊക്കെ കണ്ടു, എന്ത് ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ മക്കളെ ഒന്നും കയറ്റിയില്ല കേട്ടോ. കേട്ടതിന് പൈസ ഭയങ്കര ദേഷ്യമായിരുന്നേ. പിന്നെ ഇതിലൊക്കെ നമുക്ക് പേടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കയറ്റാനത്. പിന്നെ ഇങ്ങനെ നമുക്കൊന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊക്കെ കയറിക്കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ അതിനകത്തൊന്നും കയറിയില്ല. പിന്നെ ആമയും ഞാനും ഒക്കെ ഇവിടെ ഓരോന്ന് മേടിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഈ വളയം വെച്ച് ഓരോന്ന് എറിയുമല്ലോ, എറിഞ്ഞിങ്ങനെ നമുക്ക് ഹോർലിക്സ് ബിസ്ക്കറ്റൊക്കെ കിട്ടില്ല. ഇക്കായും പൈസയും കൂടെ എറിഞ്ഞു, പക്ഷെ 2 പേർക്കും ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊല്ലത്തുള്ള ഫ്ലവേഴ്സ് ഷോയിൻ്റെ ഫെസ്റ്റ് നമ്മൾ നല്ലതുപോലെ ആസ്വദിച്ചു, കണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അങ്ങനെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ബാക്കിൽ ഞാൻ 2 ഫോട്ടോസുകൾ വയ്ക്കാമേ.